3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്ന് വിദ്യാ ബാലകൃഷ്ണൻ എംഎൽഎക്ക് വ്യാജ വാഗ്ദാനം നൽകിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രതികൾ നാസിക്കിലും സമാനമായ തട്ടിപ്പ് കേസ് നടത്തിയിട്ടുണ്ടെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ.പി. ഷൗക്കത്ത് അലി പറഞ്ഞു. അതേസമയം എലത്തൂർ എംഎൽഎക്ക് പണം നഷ്ടമായിട്ടില്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി. വിദ്യാ ബാലകൃഷ്ണൻ എംഎൽഎയുടെ പരാതി ലഭിച്ച് 10 ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാൻ സാധിച്ചെന്നും സംഘത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ.പി. ഷൗക്കത്ത് അലി അറിയിച്ചു. ഈ കേസിലെ പ്രതികൾ യഥാർത്ഥ പ്രതികളെ ഇതുപോലെയുള്ള ഓൺലൈൻ ചീറ്റിങ്ങിൽ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെയാണ് ഇത് അവസാനിക്കാറ്. ഇത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ സൈബർ വിങ്ങിൻ്റെ DCPയുടെ നല്ല പ്രവർത്തനം ഡൽഹിയിൽ പോയപ്പോൾ നല്ല ഏകോപനമായ പ്രവർത്തനം നടന്നതുകൊണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജൂലൈ 6-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞായിരുന്നു വാട്സ്ആപ്പ് കോളിലൂടെ വിദ്യാ ബാലകൃഷ്ണനെ തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത്. MP-യുടെ വയനാട് ഓഫീസുമായും ഡൽഹിയിലും അന്വേഷിച്ചതോടെ തട്ടിപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ സൈബർ സെല്ലിൽ പരാതി നൽകിയത്. ഡീൻ കുര്യാക്കോസ് MP, ഷാഫി പറമ്പിൽ MP എന്നിവരെയും സമാനമായ രീതിയിൽ തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ പേർ തട്ടിപ്പ് സംഘത്തിൽ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്.